നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നു എന്നാണ്. എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നു എന്നാണ്. ഭയത്തിന് നമ്മളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുവാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെച്ചോണം. നമ്മുടെ മനസ്സിൽ ഭയത്തിന് സ്ഥാനം നൽകുവാൻ പാടില്ല കേട്ടോ. ജീവിതത്തിൽ നമ്മൾ ഭയത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പിന്തിരിഞ്ഞ് ഓടുവാൻ മാത്രമേ സമയം കാണുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നും ഭയത്തെ ഒഴിവാക്കുക. ഭയം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഭയം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭയം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ വളരെ നല്ലതായിരിക്കണം കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നല്ല ചിന്തകളായിരിക്കണം നമ്മളുടേത്, നല്ല പ്രവൃത്തികളായിരിക്കണം നമ്മളുടേത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയത്തിന് സ്ഥാനമുണ്ടാവുകയില്ല. ചെറിയ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും എന്തു ചെയ്യും? ചെറിയ മൈന്യൂട്ടായ ഒരു തെറ്റ് ചെയ്താൽ പോലും എന്തു ചെയ്യും? ഭയം ആ ആളിനെ പിടിമുറുക്കുമെന്നാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും സ്ഥാനം നൽകുക. ജീവിതത്തിൽ ഭയത്തെ ഒഴിവാക്കുക. അതുപോലെ നല്ല ചിന്തകളോടെ ഉണരുക. അതുപോലെ തന്നെ ജീവിതത്തിലെ സങ്കടങ്ങളെ ചെറു പുഞ്ചിരിയോടെ നേരിടുക. ജീവിതത്തിലെ സങ്കടങ്ങളെ എന്ത് ചെയ്യുക? ചെറു പുഞ്ചിരിയോടെ നേരിടുക. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ, സങ്കടങ്ങൾ പങ്കുവെച്ചാൽ കുറയുമെന്നാണ്. പക്ഷേ നമ്മൾ സങ്കടങ്ങൾ പങ്കുവെക്കുന്നത് എപ്പോഴും ആരോടായിരിക്കണം? നമ്മളുടെ ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തിനോടായിരിക്കണം നമ്മളുടെ സങ്കടങ്ങൾ പങ്കുവെക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ സങ്കടങ്ങൾ പലരോടും പങ്കുവെച്ചു. ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമാളിയായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ കഴിവതും നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ മാത്രം അറിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരിക്കലും തോറ്റുപോവില്ല എന്ന ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറുക. ജീവിതത്തിൽ തോറ്റുപോവില്ല എന്നൊരു ആത്മവിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. തോറ്റുപോവില്ല എന്നൊരു ആത്മവിശ്വാസം. ഈ തോറ്റുപോവില്ല എന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ജീവിതം ഒരിക്കലും ഒരു സ്മൂത്തായൊരു വേ അല്ല. ഇറ്റ് ഈസ് എ വെരി ഹാർഡ് പാത്ത്. വളരെ വളരെ പരുക്കനായ ഒരു പാതയാണ് ജീവിതം. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആത്മവിശ്വാസം കൈവിടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരടി പോലും പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. അതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞു ഭയത്തെ ഒഴിവാക്കുക എന്ന്. നമുക്കൊക്കെ ഉള്ളൊരു പൊതുവൊരു സ്വഭാവമാണ് നാളെ എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് നമ്മൾ ഭയക്കാം. ഓരോ നാളെ എങ്ങനെയായിരിക്കും, ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും, മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഭയങ്ങൾ നമ്മളെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്താറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാളെകൾ എന്താണ്? നാളെകൾ വിധിവശമാണ്. നമുക്ക് അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. നമ്മുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികളും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാളെകൾ മനോഹരമാക്കാൻ കഴിയും എന്ന് അന്ന് അടിയുറച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വിശ്വസിക്കുക. സൽചിന്തകൾക്കും സൽപ്രവൃത്തികൾക്കും മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ കഴിയുള്ളൂ.